ഇന്ന് ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ചിക്കനാണ് കിട്ടിയത്. ചിക്കൻ എന്നും ഒരേപോലെ കറി വെച്ചാൽ ഇവിടെ ഉച്ചയ്ക്ക് കഴിച്ചാൽ പിന്നെ രാത്രി ആർക്കും വേണ്ട. അതുകൊണ്ടൊന്ന് ഞാനൊന്ന് മാറ്റി പിടിച്ച് ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അതിനുവേണ്ടി ഞാനിവിടെ ചിക്കനൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും 2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, 3/4 ഗ്ലാസ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയം തന്നെ നമുക്ക് റോസ്റ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് സവോള 7 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഉരുളി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുന്ന സമയത്ത് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്ക് വഴറ്റി കൊടുക്കാം. തേങ്ങാക്കൊത്തു കൂടി ചേർക്കുമ്പോൾ ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അത് മൂത്തതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും 2-3 പച്ചമുളകും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവോളയൊക്കെ നന്നായി വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സവോളയൊക്കെ ഇവിടെ വഴണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്തേക്ക് ഇതിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആ ഗ്രേവിയോട് കൂടി ചേർത്ത് കൊടുക്കണേ. നമ്മൾ ഒട്ടും ഇതാക്കാതെ തേങ്ങാപ്പാലിൽ മാത്രം വേവിച്ചല്ലേ, അപ്പോൾ ആ ഗ്രേവിയോട് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു 5-6 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡിയായി കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. മസാലയൊക്കെ നന്നായി ചിക്കനിൽ പുരണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം കാണാം. ബൈ.